ഹലോ ഗൈസ്, പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയ വ്ലോഗൊന്നുമില്ല. പിന്നെ പറഞ്ഞപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ അങ്ങ് തട്ടി വിട്ടെന്നേ ഉള്ളു. ഇപ്പൊ സമയം എത്രയായി? സമയം 12. 11:45. കാണാണോ? കാണിച്ചുതരാം. 11:44. കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല. അങ്ങനെ പിന്നെ ഇവിടെ അടുത്ത അമ്പലത്തിലൊരു ഉത്സവം ഉണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര ഗാനമേള എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ എണീറ്റ് കേട്ടോണ്ടൊക്കെ ഇരുന്നു. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇത് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇതിനെ കടലാസ് പൂവെന്നാണ് പറയുന്നത് കേട്ടോ. എല്ലായിടത്തും ഒരേ പേരായിരിക്കണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലായിടത്തും കടലാസ് ചെടി എന്നാണോ പറയുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പേര് ഇതിൽ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ഇതല്ലേ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടിയൊക്കെ എടുക്കുമ്പോൾ കറങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. ഉത്സവ സീസൺ അല്ലേ, ഉത്സവ സീസൺ. ഗാനമേളയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അവിടെ ഞങ്ങൾ ചെന്ന് നോക്കി. നമുക്കിവിടെ നമ്മളിപ്പോൾ താമസിക്കുന്ന അടുത്ത് തന്നെ, അത് വലിയ ദൂരമൊന്നും ഇല്ല. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് പാവ് സ്റ്റേജൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ സ്റ്റേജ് നമ്മുടെ ഓപ്പോസിറ്റാണ്. അപ്പം ഞങ്ങൾ ഇരിക്കുന്ന വലിയ സംഭവമാണെന്ന് പറയല്ലോ. ചെന്നപ്പോൾ ഫ്രണ്ടിൽ നിന്ന് 2-3 ചെയറും അതിനകത്ത് ഓരോ ആൾക്കാരും ഇരിക്കുന്നു. കൊച്ചാ പാടുന്നത്. ഇനി മെയിൻ ഗാനമേള കഴിഞ്ഞോന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്തോ നമ്മളിപ്പോ ലാസ്റ്റ് അത് സമയം കഴിഞ്ഞ് ആരും ഇല്ല, അങ്ങനെ വലുതായിട്ട് ആരുമില്ല. അങ്ങും ഇങ്ങൊക്കെ 4-5 പേരൊക്കെ നിൽക്കുന്നു. അപ്പൊ ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിലുണ്ടല്ലോ ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്ന രീതിയിൽ കിടക്കും ഗ്രൗണ്ട്. ആരും ഇല്ല. പക്ഷെ പിന്നെ ഞങ്ങള് 2-3 മിനിറ്റ് അവിടെ നിന്ന് പാട്ട്, പഴയ പണ്ടത്തെ പാട്ട് കേൾക്കാനൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നു പിന്നെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു വ്ളോഗ് എടുക്കാം. അങ്ങനെ ഞങ്ങളിവിടെ ഇരുന്നപ്പോഴത്തേക്കുണ്ടല്ലോ മൊത്തം പട്ടികളാണ് നിറച്ച് പട്ടികൾ. ഒരാൾ ഇവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് എനിക്ക് ഭയങ്കര പേടിയ സാധനത്തിന്. ഇങ്ങോട്ട് അടുത്തോട്ട് വന്നില്ല. ആ റോഡിന്റെ ഓപ്പോസിറ്റ്. ഞാനിവിടെ റോഡ് സൈഡിൽ ഇരിക്കുവാണ്. ഈ വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ട് ആ സൗണ്ടിന്റെ പ്രശ്നമുണ്ട്. ഞങ്ങളിവിടെ കാണുകയില്ലെന്ന് അറിയത്തില്ല കേട്ടോ. കാരണം പട്ടി ഞങ്ങളൊന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പട്ടി ശരിക്കുണ്ട്. പക്ഷെ ഇപ്പൊ ഓപ്പോസിറ്റ് പറഞ്ഞാൽ കിടന്നില്ല, അതിനെ കാണുന്നില്ല. അപ്പൊ നമ്മൾ ഇരിക്കുന്നതിന് തൊട്ട് ഓപ്പോസിറ്റ് ഒരു റോഡുണ്ട്. ആ റോഡിന്റെ നടുക്ക് വന്ന് കിടക്കുമായിരുന്നു. അപ്പൊ ഒരു ചേച്ചിയും കൊച്ചും കൂടെ വന്നത്. അപ്പൊ അവർക്ക് ആദ്യം വന്നിട്ടും പോകാൻ പറ്റിയില്ല. പിന്നെ അതിനെ എങ്ങനെയൊക്കെ ഓടിച്ചൊക്കെ വിട്ട് തിരിച്ചു വന്നപ്പോ പിന്നെ അത് മാറുന്നില്ല. പിന്നെ അവർ വണ്ടിയൊക്കെ എടുത്തപ്പോ പെട്ടെന്ന് തന്നെ ഓടിയൊക്കെ മാറിയത്. പക്ഷെ ഇപ്പൊ ശരിക്കുണ്ട്, ഇവിടെ ശരിക്കും ഒന്ന് നടക്കും. നടക്കാനേ നമുക്ക് പറ്റത്തില്ല, ആരും ബുദ്ധിമുട്ട്. പിന്നെ ഞങ്ങളിവിടെ ഫ്രണ്ടിലൊരു മാവുണ്ട്, നിറച്ച് മാങ്ങയാണത്. പക്ഷെ കാണിച്ച് എന്ന് വെച്ചാലേ ഇരുട്ടായോണ്ട് ക്യാമറ നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഒരിടത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ചെയ്യാം, എന്നിട്ട് നിങ്ങളെ കാണിക്കാൻ ചെയ്യാം. എന്തായാലും നിറച്ച് മാങ്ങ നിൽപ്പുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പിച്ചി നാളെ ഒരു അച്ചാറാക്കാം, കറി വെക്കാം. മാങ്ങാക്കറി മാങ്ങയും മറ്റേ മാങ്ങ സീസൺ ആയതുകൊണ്ട് ഇപ്പൊ വീട്ടിൽ മൊത്തം മാങ്ങാക്കറി. മാങ്ങയും ഉണക്ക ചെമ്മീനും കൂടി തോരൻ വെക്കും. അത് ഞാൻ പക്ഷെ കഴിച്ചിട്ടില്ല. പക്ഷെ പൊതുവേ നല്ല ടേസ്റ്റ് ഒന്ന് അത് ട്രൈ ചെയ്യണമെന്ന് അതിന്റെ വീഡിയോ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അതൊന്ന് ട്രൈ. അത് ഏതോ ഒരു അമ്പലത്തിലൊരു ഐതിഹ്യം പറയാം, വടക്കേതൊരു അമ്പലത്തില്, ഞാൻ മറന്നുപോയത്. അതായത് ഐതിഹ്യം എന്താണെന്നറിയാമോ? ആ അമ്പലത്തിൽ എന്തോ പകൽ കാഴ്ചയോ ഇങ്ങനെ പരിപാടി നടക്കുന്ന സമയം 10 ഉത്സവത്തിനാണ്. അപ്പോൾ ആ വീട്ടിൽ ആ അമ്മ ഇതുപോലെ ഉണക്ക ചെമ്മീനും മാങ്ങയും കൂടി തോരന് എല്ലാം സെറ്റ് ചെയ്ത് അടച്ച് അടുപ്പ് വെച്ചിട്ട് ഇവർ വന്ന് പുറത്ത് പരിപാടിയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക. പക്ഷേ ഈ ഉണക്ക ചെമ്മീൻ്റെ ഈ തോരൻ അടുപ്പിക്കുന്നവരെ അമ്മയങ്ങ് മറന്നുപോയി. പരിപാടിയെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഓർമ്മ വന്നയോ തോരനിരിക്കുന്നു. അങ്ങനെ അടുക്കളയിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ചട്ടിയോടെ ആരോ മാറ്റി വെച്ചിരിക്കുന്നു, ഇറക്കി വെച്ചിരിക്കുന്നു. അപ്പം ആ അമ്മ അതെല്ലാവരോടും പറഞ്ഞിങ്ങനെ. അപ്പം അവർ എല്ലാവരും കേട്ടവരെല്ലാവരും പറഞ്ഞത് അത് ദേവിയുടെ ഒരു ആ ഒരു അനുഗ്രഹം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതിനുശേഷം പിന്നെ ആ അമ്പലത്തിലെ എല്ലാ ഉത്സവത്തിനും ആ നാട്ടുകാർ ആ ഒരു വിഭവം ഒഴിവാക്കത്തില്ല. സദ്യയോടൊപ്പം ഈ ഉണക്ക ചെമ്മീനും മാങ്ങയും കൂടി ഒരു തോരൻ അവർക്ക് ആ ഒരു വിഭവം കണ്ടിരിക്കും. അതൊരു ഐതിഹ്യം. ഞാനിങ്ങനെ കണ്ടതാണ്. ക്ഷേത്രത്തിന്റെ പേര് മറന്നു കേട്ടോ.
അപ്പം ഞാനത് ട്രൈ ചെയ്യണമെന്ന് എന്നേ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഉണക്കച്ചെമ്മീനും കുറച്ച് വീട്ടിൽ ഇരിപ്പുണ്ട്, മാങ്ങയുണ്ട്. പക്ഷെ നടക്കത്തില്ല. അത് ഇവരെ വീട്ടിൽ തന്നെ വന്നതായിരുന്നു പണ്ട്, വർഷങ്ങളായി. പക്ഷെ ഇരിപ്പുണ്ട്, നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കാം ഫ്രിഡ്ജിനകത്ത്. 1.5 വർഷം ആകാറായെന്ന് തോന്നിയിരിക്കുന്നുണ്ട് സത്യം. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി. പിന്നെ ഉണക്ക ചെമ്മീനായിട്ട് മാങ്ങ കറിയായിട്ട് വെക്കും നമ്മള്. നമ്മുടെ നാട്ടിലൊക്കെ സ്വാഭാവികമായിട്ട് വെക്കാറുണ്ട്. അത് ഇപ്പൊ മാങ്ങ കൊണ്ടുള്ള കൊണ്ടാട്ടം തന്നെ മൊത്തത്തിൽ. മാങ്ങ അച്ചാറ്, മാങ്ങാക്കറി, എവിടെയും എല്ലായിടത്തും മാങ്ങ. എനിക്കൊരു അബദ്ധം പറ്റി, മാങ്ങ അച്ചാറിട്ട്. പക്ഷെ മുളക് പൊടി കൂടിപ്പോയി. അത് പുളിയില്ലാത്തൊരു, അതൊരു രുചിയില്ല. നമുക്ക് കടിക്കുമ്പം ഇപ്പൊ ചോറിൻ്റെ കൂടെ ഒക്കെ ചെല്ലുമ്പോൾ ചെറിയൊരു പുളി ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കാൻ തോന്നും. ഇത് പുളിയില്ല. അതായത് പച്ചയ്ക്ക് നമുക്ക് ആ മാങ്ങ തിന്നാം, ഒട്ടും പുളിയില്ല. നമ്മൾ പച്ച വെള്ളത്തിന്റെ ആ ഒരു ടേസ്റ്റ് ഇല്ല, അതെയോ കടിച്ചാൽ നമുക്ക് പുളിക്കത്തില്ല, അറിയത്തില്ല. സാധാരണ നമുക്ക് മാങ്ങ തിന്നുമ്പോൾ പറ്റും. ഇത് ഒട്ടും പുളിയില്ലാത്തൊരു മാങ്ങയാണ്. അപ്പം അമ്മ പറഞ്ഞു പുളിയില്ലാത്ത മാങ്ങ അച്ചാറിട്ട് എല്ലാവരും വാരിക്കോയി തിന്നു. പക്ഷെ ആർക്കും വേണ്ട, ഇപ്പം അച്ചാറിട്ട് അങ്ങനെ ഇരിക്കുക. അതുമല്ല മുളക് പൊടി കൂടിപ്പോയി. അങ്ങനെ കാണുന്നില്ലല്ലോ. കണ്ട് എനിക്ക് നമ്മൾ ഇരുട്ടായതുകൊണ്ട് ബാക്ക് ക്യാമറ വെച്ചാൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഫ്ലാഷ് അടിക്കുന്നുണ്ടേ അവിടെ നോക്കിയിട്ട് പിന്നെ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ലേ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ആ പട്ടി പോയി, ആള് പോയെന്നാ വിചാരിച്ചത്. ഇരിപ്പുണ്ട് ഇപ്പൊ കാണാം. നിങ്ങളെ കാണിക്കാൻ റിസ്ക് ആണ്, പറ്റൂല. എല്ലാരും ഉറങ്ങുക, എഴുന്നേറ്റ് എന്തോ അറിയില്ല. അമ്മയും കൊച്ചുമക്കളും കൂടി കിടന്ന് ഉറങ്ങുന്നത്. പക്ഷെ നല്ല രസമാണ് ഈ രാത്രിയിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ, നല്ല രസമാണ്. രാത്രി നമുക്ക് നൈറ്റ് റൈഡൊക്കെ പോകാൻ പറ്റും. ഇന്ന് കാലാവസ്ഥ ഇച്ചിരി തണുപ്പുണ്ട് കേട്ടോ. സാധാരണ നമുക്ക് ഉറങ്ങാനേ പറ്റത്തില്ല, ഭയങ്കര ചൂടാണ്. വണ്ടി നമ്മളിരിക്കുന്നതിന്റെ ഫ്രണ്ടിൽ തന്നെ മെയിൻ റോഡാണ്. അപ്പോൾ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, അതിന് സൗണ്ടൊക്കെ കാണും. അപ്പോൾ ഇന്ന് ഭയങ്കര നല്ല തണുപ്പുണ്ട്, ഭയങ്കര മഴ. കൊതുവും കടിക്കുന്നു. പക്ഷെ എന്നെ ഇതുവരെ കൊതുകൊന്നും കുത്തിയില്ല കേട്ടോ. സാധാരണ രാത്രിയൊക്കെ എന്ത് ചൂടാണ്, അപ്പോൾ ഭയങ്കര ചൂടല്ലേ. പക്ഷെ ഇന്നലെ ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ലൊരു മഴ പെയ്തു രാത്രി. നല്ല വെച്ചാൽ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ നല്ല മഴയല്ല, എങ്കിലും ഞാൻ മഴ പെയ്ത സമയത്ത് അവിടെ വീട്ടിൽ ജോലിയിലൊക്കെ ആയതുകൊണ്ട് അറിയാൻ പറ്റി. ഞാൻ പിന്നെ ഈ കുശലപ്പിക്കൊച്ചിന് മഴ പെയ്താ. പക്ഷേ ഇന്നലെ മഴ പെയ്തെങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നല്ലൊരു തണുത്ത കാലാവസ്ഥ. വെളിയിൽ ഇരുന്നിട്ടെ ശരിക്കും. പക്ഷെ കുറെ സൈസ് വാങ്ങിയില്ല കേട്ടോ. ഞങ്ങൾ ഇതൊക്കെ തത്തച്ചുണ്ട്, അത് മൂവാണ്ടെന്ന് പറയുമോ? തത്തച്ചുണ്ട് എന്നറിയാലോ, മറ്റേ ഒരു സൈഡിൽ മറ്റേ ബ്രൗൺ കളർ. പക്ഷെ അതിന് വേറൊരു പേര് പറയുമോ, അതെനിക്ക് അറിയാം. എന്റെ കുഞ്ഞിലെ തൊട്ട് ഞാനിങ്ങനെ തത്തച്ചുണ്ടെന്ന് കേട്ടിട്ട്. നല്ല പുളിയുള്ള മാങ്ങ, അത് പഴുക്കുമ്പോ നല്ല ടേസ്റ്റ്. അപ്പൊ എനിക്ക് നമ്മളിവിടെ കുഞ്ഞിലോട്ട് തത്തച്ചുണ്ടൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അറിയില്ല, ഒരു സൈഡ് ബ്രൗൺ, ഒരു സൈഡ് ഗ്രീൻ കളർ. വേറൊരു പേരുണ്ട് അത്. പക്ഷെ പിന്നെ ഒരെണ്ണത്തിന് തന്നെ പലയിടത്തും പല പേരല്ലേ പറയുന്നത്. അങ്ങനെ ഇതെന്ത് മാങ്ങയാന്ന് അറിയത്തില്ല. ഇത് നല്ല പുളിയാ. ഇത് പുളിയാണല്ലേ, കാണുമ്പോ തന്നെ അറിയാം നല്ല പുളിയുള്ള മാങ്ങ. പക്ഷെ ഇവിടെ മാങ്ങയ്ക്ക് ഒരു ഇതും ഇല്ല കേട്ടോ. ശരിക്കും ഉണ്ട്, ക്ഷാമമില്ല. എപ്പോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടത്തിന് പിച്ചെടുക്കാം, ആ ഒരു രീതിയിലാണ് മാങ്ങ നിറച്ച് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പറഞ്ഞ തത്തച്ചുണ്ടനില്ലേ, അത് പച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ്. ഇച്ചിരി മുളകും ഉപ്പും ഒക്കെ ഇട്ട് ഒരു മറ്റേ ഊറിക്കഴിക്കുമല്ല. ഇത്രേ ആകത്തുള്ളൂ, നാരങ്ങയുടെ അത്രേ ആകത്തുള്ളൂ. പക്ഷെ പഴുത്ത് വീഴും, അറിയാതിരിക്കും. പക്ഷെ നമ്മൾ ഊറി, അത് നല്ല നാരുള്ള മാങ്ങ, നാരുള്ള മാങ്ങ. അത് അമ്മാമ്മ വീട്ടിൽ ഉണ്ടേ. അപ്പൊ അമ്മ വീട്ടിൽ വന്നപ്പോ ഇന്ന് 3-4 അല്ല കുറച്ച് കൊണ്ടുവന്നു. കുറച്ചെന്ന് പറഞ്ഞാൽ അധികമല്ല, ഇപ്പൊ ഒരു 6-7 കാണുമായിരിക്കും. നല്ല മധുരം. അത് നമുക്ക് നമ്മൾ ചെത്തി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചവയ്ക്കാൻ വലിയ പാടാന്ന് വെച്ചാൽ നിറച്ച് നാര. ശരി, നീര് മാത്രം. പക്ഷെ അതൊരു പ്രത്യേക ഒരു എന്താ പറയണ്ട, വായി വെള്ളം വരും. നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഊറി കഴിക്കും. ഇന്നാണെങ്കിൽ ഞങ്ങളിന്ന് TV കണ്ടോണ്ടിരിക്കണം എല്ലാരും കൂടി. അപ്പൊ
കഥയൊക്കെ TV കാണുന്നു, ഞങ്ങൾ കഥയും പറയുന്നുണ്ട്. അപ്പൊ കുഞ്ഞിനുണ്ടല്ലോ, എന്റെ രണ്ടാമത്തെ ആള്, അയാള് നമ്മുടെ കൂടെ ഒക്കെ നിക്കുന്നുണ്ട്, പിന്നെ ആളനക്കില്ല. നിൽക്കുവാണ്. അപ്പൊ ഞങ്ങള് നോക്കുമ്പോ കൊച്ചിനൊക്കെ, അപ്പൊ ഞാനവിടെ കിടക്കും. അപ്പൊ ഞാൻ ചോദിച്ചു കുഞ്ഞിനെവിടെ? അത് ഞങ്ങള് ബാക്കിലോട്ട് നോക്കുമ്പോ എന്താ അവിടെ നമുക്ക് ഇവർക്ക് ചെറിയ കാറ് പോലത്തെ സംഭവമുണ്ട് കളിക്കുന്ന, അതിന്റെ പുറത്തിരുന്ന് ആശാൻ. അപ്പൊ അതിന്റെ തൊട്ടിപ്പുറത്തൊരു ചെയറിലാണ് ഈ കവറും മാങ്ങയും കൂടിയൊക്കെ കിടന്നത്. ഇയാൾ അതിൽ നിർത്ത് കഴിക്കുമ്പോ സൈലന്റ് ആള്, വയലന്റ് ആകത്തില്ല. ആരും അറിഞ്ഞില്ല. നോക്കുമ്പോഴത്തേക്ക് തൊലിയെല്ലാം കൂടെ തുപ്പി അവിടെ ഇട്ടിട്ട് ഊറി ഊറി നിക്കുന്നു. ഞങ്ങൾ ചിരിച്ച് മരിച്ചു. എന്നുവെച്ചാ അനക്കവേ ഇല്ല, ഉണ്ടെന്നറിയില്ല. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊച്ചെവിടെ. അപ്പൊ നമ്മുടെ തൊട്ട് ബാക്കിൽ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും ആഹാരം എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചോറും കഞ്ഞിയോ കാടിയോ ഒന്നും വേണ്ട. അങ്ങനെ അപ്പൊ ഇങ്ങനെ ഈ രാത്രിയിലൊക്കെ ഉറക്കം വരാതെ ഇങ്ങനെ പ്രകൃതി ഭംഗികൾ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. ചിലർക്ക് ചിലപ്പോൾ ഈവനിങ്ങിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും, ചിലർ മോർണിംഗ്. അപ്പൊ എനിക്ക് നൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് നൈറ്റ് ഈവനിങ് നല്ലൊരു അറ്റ്മോസ്ഫിയർ, കാരണം വെയിലൊന്നും ഇല്ല, നമുക്ക് നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയർ. അപ്പോ ഇന്ന് ഇപ്പൊ ഭയങ്കര വെയിൽ കൂടെ നമുക്ക് ഉച്ചയ്ക്ക് വണ്ടി ഓടിക്കാനേ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഈ നൈറ്റ് ഇങ്ങനെ പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ. എത്ര വരണം നമുക്കറിയാം. ഇപ്പൊ സമയം എത്രയായി? 11:59 കേട്ടോ. 59 12 മണി. കറക്റ്റ് 12 ആയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു ദിവസം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പൊ ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പൊ ടാറ്റാ ബൈ ബൈ, സീ യു.